ഷാഫി പറമ്പിൽ MP ദേശീയ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ പതിഞ്ഞ യുവനേതാക്കളിൽ ഏറ്റവും ആദ്യത്തെ പരിഗണന ഷാഫിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന പുറത്തു വന്നിരിക്കുന്നു. KC വേണുഗോപാൽ എന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ, അദ്ദേഹം മുഖാന്തിരം തന്നെയാണ് ഷാഫിയുടെയും ദേശീയ നേതൃത്വത്തിലേക്കുള്ള പ്രവേശനമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഏകദേശം 42 വയസ്സിലെത്തിയിരിക്കുന്ന ഷാഫി പറമ്പിലിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാനുള്ള പ്രായപരിധിയിൽ ചില അവ്യക്തതകളുണ്ട് എന്നാണ് അറിയുന്നത്. അതിൽ ചിലപ്പോൾ പ്രത്യേക മാറ്റം വരുത്തിയാൽ ഒരു പക്ഷേ കേരളത്തിൽ നിന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ വന്നു ചേരും. ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില കർത്തവ്യങ്ങളാണ് ഷാഫിയെ ഏൽപ്പിക്കാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. ഇതിൻ്റെ സൂചനകൾ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി നൽകിക്കഴിഞ്ഞു. അതാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി നേതാക്കൾ ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കുമായിരുന്നിട്ടും ഷാഫിയെ തന്നെ തൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ രാഹുൽ ഗാന്ധി നിയോഗിച്ചത്. കഴിവും അറിവുമുള്ള യുവനേതാക്കളിൽ ഒരുവൻ തൻ്റെ നിഴലായി കൂടെ വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം അത് ഷാഫിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അത് ദേശീയ നേതാക്കൾക്ക് പലർക്കും പിടികിട്ടിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്ന സച്ചിൻ പൈലറ്റിൻ്റെ പ്രവൃത്തിയും മുഖഭാവവും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം. ഷാഫിയുടെ ഓരോ ചലനങ്ങളുമാണ് സച്ചിൻ പൈലറ്റ് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമല്ല, മറിച്ച് ഷാഫി പറമ്പിലിൻ്റെ പരിഭാഷയായിരുന്നു സച്ചിൻ പൈലറ്റ് കേട്ടുകൊണ്ടേയിരുന്നത്. തനിക്കൊപ്പം പ്രവർത്തിക്കാൻ പോകുന്ന ചുറുചുറുക്കുള്ള ഒരു സഹപ്രവർത്തകനെ കിട്ടിയതിലുള്ള സന്തോഷമായിരിക്കാം, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ മനുഷ്യസഹജമായിട്ടുള്ള അസൂയയായിരിക്കാം ആ നോട്ടത്തിൻ്റെ ആധാരമെന്ന് മനസ്സിലായിട്ടില്ല. എങ്കിലും ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു നേതാവായി ഷാഫി പറമ്പിൽ MP മാറുകയാണ്. അതിന് നാന്ദി കുറിക്കാൻ കൂടി കഴിഞ്ഞ ദിവസത്തെ സമ്മേളനം കളമൊരുക്കി എന്നുള്ളത് സത്യമാണ്. ഷാഫി പറമ്പിൽ ലോകസഭയിൽ എത്തിയതോടെയാണ് അദ്ദേഹത്തെ ഈ രാജ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം. ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാൾ, പാരമ്പര്യവും പേരും പെരുമയും പണ്ട് കാലം മുതൽ തന്നെ കയ്യിലുണ്ടായിരുന്നിട്ടും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും വരുൺ ഗാന്ധിക്കും അടക്കമുള്ളവരെ പറയാനും ശോഭിക്കാനും കഴിയാത്ത എത്ര ഭാഷാ പരിജ്ഞാനം ഈ പട്ടാമ്പിക്കാരൻ പയ്യൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് രാജ്യമറിഞ്ഞതോടെ അത് ഏറ്റവും അധികം ശ്രദ്ധിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. അതിൻ്റെ ബഹുമതിയാണ് ഷാഫിക്ക് ഇങ്ങനെ കിട്ടിത്തുടങ്ങിയത്. വേണുഗോപാലിൻ്റെ പിന്തുണ കൂടിയാകുമ്പോൾ ഷാഫിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള അവസരവും വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തെ കോൺഗ്രസിനുള്ളിൽ ഇന്ന് ഇമ്രാൻ പ്രതാപ് ഗാർഹി എന്ന UP-യിലെ കോൺഗ്രസ് നേതാവാണ് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ആവേശമായ നേതാവ്. ഷാഫി പറമ്പിലാണെങ്കിൽ അതിനെല്ലാം അപ്പുറത്ത് മതേതര ഭാരതത്തിൻ്റെ യുവാക്കളുടെ പ്രതിനിധിയാകാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനം പിടിക്കുകയാണ്. K മുരളീധരൻ മാറിയാൽ വടകര പിടിക്കാൻ കേരളം മുഴുവൻ മഷിയിട്ട് നോക്കിയിട്ടും അതിനു പറ്റിയ നേതാവ് ഷാഫി മാത്രമാണെന്ന് കണ്ടെത്തിയവർക്ക് തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ രാജ്യം മുഴുവൻ ആളിപ്പടരാൻ പോകുന്ന ഷാഫിയിലേക്കുള്ള പ്രയാണം.